ഏവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് എടുക്കാം. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ്. നമുക്ക് നോക്കാം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സിലെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉസ്മാൻ ഡെബല്ലയ്ക്കാണ്. ഇദ്ദേഹം ഫ്രാൻസിലെ കളിക്കാരനാണ് ഉസ്മാൻ ഡെബല്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ക്ലബ്ബാണ്, ഫുട്ബോൾ ക്ലബ്ബാണ് PSG. പഠിച്ചു നോക്കണം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സിലെ മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസ്. ഇനി അടുത്ത ആള് ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ് 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സിലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അയത്ന ബോൺമാറ്റിക്കാണ്. മികച്ച വനിതാ താരം അയത്ന ബോൺമാറ്റി. സ്പെയിൻ സ്വദേശിനിയാണ്, സ്പെയിൻ താരമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയാണ്. ക്ലബ്ബ് ഏതാണ്? ബാഴ്സലോണയാണ്, ഫുട്ബോൾ ക്ലബ്ബ്. അപ്പൊ മികച്ച വനിതാ താരം അയത്ന ബോൺമാറ്റി, സ്പെയിന്. ഈ അയത്ന ബോൺമാറ്റിക്ക് തുടർച്ചയായ 3-ാം തവണയാണ് അയത്ന ബോൺമാറ്റി ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ ഇനിയും ചോദിക്കാം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ്: മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസ്. മികച്ച വനിതാ താരം അയത്ന ബോൺമാറ്റി, സ്പെയിൻ. ക്ലിയർ ആണ്. ഇനി നമുക്ക് ഫിഫയുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു പുരസ്കാരോടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ലഭിച്ചത് ഡൊണാൾഡ് ട്രംപിനാണ്. US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ്. അപ്പൊ എന്തിനാണ് വാഷിംഗ്ടണിലെ കെനഡി സെന്ററിൽ നടന്ന 2026 ലോകകപ്പ് മത്സരക്രമ ചടങ്ങിൽ വെച്ചാണ് ഈ ഒരു പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് കൈമാറിയത്. ആരാണ് കൈമാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണം. നമ്മൾ ഫിഫ പ്രസിഡന്റ് ആരാണ് നിലവിലെ? ജിയാനി ഇൻഫാന്റിനോയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിലെ ഫിഫ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ. അതോടൊപ്പം തന്നെ നമ്മൾ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ്, അതായത് അടുത്ത മാസം നടക്കാൻ പോകുന്ന 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ കേട്ടോ. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിൽ വെച്ചാണ് ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായാണ് 3 രാജ്യങ്ങൾ സംയുക്തമായി ഒരു ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പൊ പഠിച്ചു നോക്കണം, എന്താണ് ചരിത്രത്തിൽ ആദ്യമായാണ് 3 രാജ്യങ്ങൾ സംയുക്തമായി ഒരു ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഇനി നമുക്ക് നോക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഭാഗ്യചിഹ്നങ്ങൾ അഥവാ മസ്കോട്ടുകളായിട്ട് വന്നത് 3 മസ്കോട്ടുകളാണ് ഫിഫ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് 3 ഭാഗ്യചിഹ്നങ്ങൾ: മാപ്പിൾ, സായു, ക്ലച്ച്. നമുക്കറിയാം ഈ ഒരു ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് 3 രാജ്യങ്ങളായിട്ടാണ്. അതായത് ഓരോ ഭാഗ്യചിഹ്നവും അഥവാ ഓരോ മസ്കോട്ടും ഓരോ രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫസ്റ്റ് തന്നെ മേപ്പിൾ. ഇതാണ് മേപ്പിൾ കേട്ടോ, നോട്ട് ചെയ്തോണേ. ഇതാണ് മേപ്പിൾ. ഈ മേപ്പിൾ എന്ന് പറയുന്നത് കാനഡയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതായത് കാനഡയുടെ ദേശീയ പ്രതീകമായ മേപ്പിൾ ഇലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചുവന്ന നിറത്തിലുള്ള മ്യൂസ് ആണ് മേപ്പിൾ എന്ന് പറഞ്ഞ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. ഇതൊരു ഗോൾ കീപ്പറാണ് കേട്ടോ. അപ്പൊ മേപ്പിൾ കാനഡ ഗോൾ കീപ്പറാണ് കേട്ടോ, പഠിച്ചു വെക്കണേ. ഇനി അടുത്ത ചിഹ്നം സായു മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതായത് മെക്സിക്കൻ സംസ്കാരത്തിലെ കരുത്തിനെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യചിഹ്നമാണ്. അതോടൊപ്പം തന്നെ പച്ച നിറത്തിലുള്ള ജാഗ്വാർ, ഇതൊരു ഫോർവേഡ് കളിക്കാരനാണ്. അപ്പം സായു മെക്സിക്കോ ഫോർവേഡ് കളിക്കാരനാണ്. കണക്ട് ചെയ്തോണേ. ഇനി അവസാനത്തെ ക്ലച്ച് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ, അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതായത് അമേരിക്കയുടെ ദേശീയ പക്ഷിയായ ബാൾഡ് ഈഗിൾ കേട്ടോ. അമേരിക്കയുടെ ദേശീയ പക്ഷിയായ ബാൾഡ് ഈഗിൾ നീല യൂണിഫോം ധരിച്ച ഈ ഒരു മസ്കോട്ട് ഒരു മിഡ്ഫീൽഡറിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. മേപ്പിൾ കാനഡ ഗോൾ കീപ്പർ. അതുപോലെ തന്നെ സായു എന്ന് പറഞ്ഞ ഭാഗ്യചിഹ്നം എന്താണ്? സായു ഫോർവേഡ് കളിക്കാരൻ, മെക്സിക്കോ. ക്ലച്ച് എന്ന് പറയുന്നത് എന്താണ്? ക്ലച്ച് എന്ന് പറയുന്നത് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ലച്ച് ഒരു മിഡ്ഫീൽഡറാണ് കേട്ടോ, മിഡ്ഫീൽഡറാണ്. ഇനി അടുത്ത് നോക്കാം. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട എന്നാണ് കേട്ടോ. അപ്പൊ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താണ്? ട്രയോണ്ടയാണ്. ഇനി മുദ്രാവാക്യം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. VR26 എന്നതാണ് ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം. VR26. അടുത്ത നോക്കാം.
പുതിയ ഈ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പുതിയ യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കേപ്പ് വെർദെ, കുറാസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഇതാദ്യമായാണ് ലോകകപ്പിന് യോഗ്യത നേടിയത്. അപ്പോൾ ഏതൊക്കെയാണ്? കേപ്പ് വെർദെ, കുറാസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങൾ ഇതാദ്യമായാണ് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇതിൽ തന്നെ കുറാസാവോ എന്ന് പറഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ആദ്യ രാജ്യമാണ് കുറാസാവോ കേട്ടോ. അതുപോലെ തന്നെ ഈ വട്ടം ഈ ഒരു ടൂർണമെന്റിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 48 ടീമുകളാണ് ഈ ഒരു ടൂർണമെന്റിൽ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം അത് 32 ഉള്ളതാണ്. ഈ വട്ടം എക്സ്ട്രാ ആക്കി 48 ടീമുകളുടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് 2026 ജൂൺ 11 മെക്സിക്കോയിലെ വിഖ്യാതമായ എസ്റ്റാഡിയോ അസ്തക. പരീക്ഷയ്ക്ക് ഉദ്ഘാടന മത്സരം ഏത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? മെക്സിക്കോയിലെ വിഖ്യാതമായ എസ്റ്റാഡിയോ ആസ്തക എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആകെ മത്സരങ്ങൾ 48 ടീമുകളായതോടെ ആകെ മത്സരങ്ങളുടെ എണ്ണം 104 വർദ്ധിപ്പിച്ചു. ക്ലിയർ ആണേ? അപ്പൊ നമുക്കിനി അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 നോക്കിപ്പോവാം. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 എന്താണെന്ന് നോക്കാം. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ന്യൂഡൽഹി, ഇന്ത്യയാണ്. PYക്ക് ചോദിച്ചാണ് 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ന്യൂഡൽഹി, ഇന്ത്യയാണ്. ഇനി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞാൽ വിരാജാണ് കേട്ടോ. ഭാഗ്യചിഹ്നം വിരാജാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ സ്പോൺസർ ആരാണ്? ഇന്ത്യൻ ഓയിലാണ് കേട്ടോ. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ സ്പോൺസർ ആരാണ്? ഇന്ത്യൻ ഓയിലാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്താണ്. ബോളിവുഡ് നടിയായിട്ടുള്ള കങ്കണ റണാവത്താണ്. അപ്പൊ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കങ്കണ റണാവത്താണ്. ഈ 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തി ജേതാക്കളായത് ബ്രസീലാണ് കേട്ടോ. അപ്പൊ ജേതാക്കൾ ആരാണ്? ഓവറോൾ ചാമ്പ്യന്മാര് ബ്രസീലാണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ് കേട്ടോ. ഇന്ത്യ 10ാം സ്ഥാനത്താണ്. അതായത് ഇന്ത്യ 6 സ്വർണ്ണ മെഡലുകളും 9 വെള്ളി മെഡലുകളും 7 വെങ്കല മെഡലുകൾ ഉൾപ്പെടെ ആകെ 22 മെഡലുകൾ നേടിയാണ് ഇന്ത്യ 10ാം സ്ഥാനത്തെത്തിയത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ബ്രസീലാണ്. അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F46 ഇനത്തിൽ സ്വർണം നേടിയതാരാണ്? റിങ്കു ഹൂഡയാണ് കേട്ടോ. റിങ്കു ഹൂഡയാണ്. 66.37 മീറ്റർ ആണ് ഇദ്ദേഹം ജാവലിൻ ത്രോ എറിഞ്ഞത്. പഠിച്ചു വെക്കണം. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F46 ഇനത്തിൽ സ്വർണം നേടിയതാരാണ്? റിങ്കു ഹൂഡയാണ്. പുരുഷ വിഭാഗം ഹൈ ജംപ് T63 ഇനത്തിൽ സ്വർണം നേടിയത് ശൈലേഷ് കുമാറാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. എന്താണ്? പുരുഷ വിഭാഗം ഹൈ ജംപ് T63 ഇനത്തിൽ സ്വർണം നേടിയതാരാണ്? ശൈലേഷ് കുമാറാണ്. 3 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? സുമിത് ആൻഡിലാണ് കേട്ടോ. 3 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യ താരമാരാണ്? സുമിത് ആൻഡിലാണ്. ജാവലിൻ ത്രോ F64 ആണ് ഇദ്ദേഹത്തിന്റെ ഐറ്റമായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ റൺ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ ടൈമിംഗ് വരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം രാത്രിയിലെ 7:30 മുതൽ 8:30 വരെയാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് റെക്കോർഡർ സെക്ഷൻ ഇടുന്നതാണ് ഗ്രൂപ്പിൽ തന്നെ. അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ്, അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസിന്റെ എല്ലാ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ് ആണ്. അതായത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത്. അതായത് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളുടെയും മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തു പോകാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. വെറും 200 രൂപയ്ക്ക് ഇനി വരുന്ന 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളുടെ എല്ലാ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നോട്ട് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുകളും ഒക്കെയാണ് കറണ്ട് അഫയേഴ്സും ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുവാണ് ഞാൻ സെറ്റാക്കി തരുന്നതാണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അഡ്മിഷൻ നമ്പർ പറഞ്ഞുതരാം. 81 299 339 എന്നോട് പറയാം. 81 299 339 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 81 299 339 എന്ന്
പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഏറ്റവും നമ്മുടെ ഈ ഒരു സീരീസിലെ പരീക്ഷ ഏറ്റവും അവസാനം നടക്കാൻ പോകുന്ന പരീക്ഷ VFA ആണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ആ പരീക്ഷ വരെ ആയിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ച് ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്ത നമുക്ക് ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം കിരീടം സ്ഥിരമായിട്ട് PC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറാണ് നേടിയത്. അപ്പൊ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറും വനിതാ സിംഗിൾസ് കിരീടം മാഡിസൺ കീസുമാണ്. 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം കൊക്കോ ഗൌഫുമാണ്. നിങ്ങൾ ഈ പുരുഷ സിംഗിൾസ് കിരീടത്തിലെ യാനിക് സിന്നറേയും അതുപോലെ തന്നെ കാർലോസ് അൽക്കാരസിനെയും ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഇവർക്ക് ഒന്നട വിട്ടാണ് ഇവർക്ക് ഈ ഒരു 2025 കിരീടങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞാൽ ഇതൊരു കാലഘട്ടത്തിനനുസരിച്ചാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ജനുവരി ഫെബ്രുവരി മാസം, ഫ്രഞ്ച് ഓപ്പൺ മാർച്ച് ഏപ്രിൽ മാസം, അതുപോലെ തന്നെ വിംബിൾഡൺ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ പഠിക്കണം. 2025 ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ, അതിനുശേഷം 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ്, അതിനുശേഷം നടന്ന 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലെ പിന്നെ നമ്മുടെ യാനിക് സിന്നർ പുരുഷ സിംഗിൾ കിരീടം നേടി. വിംബിൾഡൺ യാനിക് സിന്നർ നേടി. അതുപോലെ തന്നെ 2025 US ഓപ്പൺ ഏറ്റവും അവസാനം നടക്കുന്ന US ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലാണ്. അതിൽ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ് പിന്നെ നേടി. അപ്പോൾ ഈ 2025 ഇവർ ഒന്നട വിട്ടാണ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺസിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ ഇറ്റലി, വനിതാ സിംഗിൾസ് കിരീടം മാഡിസൺ കീസ് USA. 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ് സ്പെയിന്, വനിതാ സിംഗിൾസ് കിരീടം കൊക്കോ ഗൌഫ് USA. 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ, വനിതാ സിംഗിൾസ് കിരീടം ഇഗ സിയാടെക്. 2025 ഏറ്റവും അവസാനം നടന്ന US ഓപ്പണിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും അതോടൊപ്പം തന്നെ വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കയുമാണ് കേട്ടോ, അരീന സബലങ്കയുമാണ്. ഇനി നമ്മുടെ ഈ അടുത്തിടെ നടന്ന 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ, നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം നടക്കുന്നത്, ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ്. കഴിഞ്ഞ വർഷം അതായത് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് ആരാണ് നേടിയത്? നമ്മുടെ യാനിക് സിന്നർ ആണ് നേടിയത് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ്. പക്ഷേ ഈ വർഷം തുടക്കത്തിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പായിട്ട് ആര് നേടി? കാർലോസ് അൽക്കാരസ് അതിന് പകരം വീട്ടിട്ടുണ്ട്. ഇപ്പൊ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ്, അതോടൊപ്പം തന്നെ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനെയാണ്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമാണ് എലീന റൈബാക്കിന. അപ്പൊ കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമായിട്ട് എലീന റൈബാക്കിന മാറി. ഒന്നുകൂടെ പറയാം, 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻസിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനെയുമാണ്. ക്ലിയർ ആണേ? ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2025 ലഭിച്ചവരാരൊക്കെയാണ്? മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. അപ്പൊ ഇത്രയും പഠിച്ചു വെക്കണം. 2025 നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2025 ലഭിച്ചത് 4 പേർക്കാണ്. ആരൊക്കെയാണ്? മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധു ആണ് കേട്ടോ. ഇപ്പൊ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? PV സിന്ധു ആണ്. രഞ്ജി ട്രോഫി 2026 ജേതാക്കള് ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ അതായത് പ്രഥമ രഞ്ജി ട്രോഫി കിരീടമാണ് 2026 ഇവർ നേടിയത്. പഠിച്ചു വെക്കണം. 2026 രഞ്ജി ട്രോഫി കിരീടം ജേതാക്കള് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിന്റെ ആദ്യ രഞ്ജി ട്രോഫി കിരീടമാണ്. അടുത്ത നോക്കാം. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ് ആണ്. 2026 തോമസ് കപ്പ് ലോക പുരുഷ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കള് ചൈനയാണ്. ഇന്ത്യക്ക് വെങ്കല മെഡലാണ് ലഭിച്ചത് കേട്ടോ. ഇപ്പൊ 2026 തോമസ് കപ്പ് ലോക പുരുഷ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കള് ചൈനയും, ഇന്ത്യ 3ാം സ്ഥാനമാണ്. അതായത് വെങ്കല മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2026 യൂബർ കപ്പ് ലോക വനിതാ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കള്
ദക്ഷിണ കൊറിയയാണ്. 2026 ഊബർ കപ്പ് ലോക വനിതാ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കള് ദക്ഷിണ കൊറിയയാണ്. 2025-26 സീസൺ ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2025-26 സീസണിലെ ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2026 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ ഡൽഹി വേദിയാകും കേട്ടോ. 2026 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ഡൽഹി വേദിയാകും. 2028 വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? കല്ലിംഗ ഇൻഡോർ സ്റ്റേഡിയം, ഭുവനേശ്വർ. ഇത് റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഇനി റിപ്പീറ്റ് ചെയ്യാം, പഠിച്ചു വെക്കണം. 2028 വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? കല്ലിംഗ ഇൻഡോർ സ്റ്റേഡിയം, ഭുവനേശ്വർ. കല്ലിംഗ ഇൻഡോർ സ്റ്റേഡിയം, ഭുവനേശ്വർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ കായിക തലസ്ഥാനം എവിടെയാണ്? ഭുവനേശ്വർ ആണ്. ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് നമ്മുടെ ഇന്ത്യയുടെ കായിക തലസ്ഥാനം. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2025 ആരാണ്? സ്മൃതി മന്ദാനയാണ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2025 സ്മൃതി മന്ദാനയാണ്. വുമൺസ് പ്രീമിയർ ലീഗ് 2026 ജേതാക്കൾ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. വുമൺ പ്രീമിയർ ലീഗ് 2026 ക്രിക്കറ്റിന്റെ ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. വുമൻസ് കബഡി വേൾഡ് കപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ് കേട്ടോ. വുമൻസ് കബഡി വേൾഡ് കപ്പ്, വനിതകളുടെ കബഡി ലോകകപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. നടന്നത് ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഇനി ബ്ലൈൻഡ് വുമൻസ് T20 വേൾഡ് കപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. വിന്റർ ഒളിമ്പിക്സ് 2026 ജേതാക്കൾ നോർവേയാണ്. വിന്റർ ഒളിമ്പിക്സ് 2026 ജേതാക്കൾ നോർവേ. 79ാമത് 2025-26 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാര് സർവീസസ് ആണ് കേട്ടോ. 79ാമത് 2025-26 സന്തോഷ് ട്രോഫി ജേതാക്കള് സർവീസസ്. റണ്ണേഴ്സ് അപ്പ് ആയിട്ട് വന്നത് നമ്മുടെ കേരളമാണ്. ICC അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാര് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ICC അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാർ ഇന്ത്യ. പ്രൊഫഷണൽ ബാഡ്മിന്റണിൽ 500 വിജയങ്ങൾ എന്ന നാഴികക്കല്ല് പിന്തുടരുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു ആണ് കേട്ടോ. പ്രൊഫഷണൽ ബാഡ്മിന്റണിൽ 500 വിജയങ്ങൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PV സിന്ധു ആണ്. വാരണാസിയിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾക്ക് കിരീടം. വാരണാസിയിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾക്ക് കിരീടം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് നേടുന്ന താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് നേടുന്ന താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായും വിരാട് കോഹ്ലി മാറി കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ടാറ്റ 2025 ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ് കിരീടമാർക്കാണ്? നിഹാൽ സരനാണ് കേട്ടോ. 2025 നടന്ന ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ് കിരീടമാർക്കാണ്? നിഹാൽ സരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ചാനൽ മാക്സിമം ഫോളോ അപ്പ് ആക്കി വെക്കുക. നമ്മുടെ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഫോളോ ആക്കി വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.